Hi all. Third module so far we have seen what are the different preliminary treatment methods. അല്ലേ അപ്പോൾ ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൽ ഏറ്റവും ആദ്യം നമ്മൾ റോ സീവേജ് കളക്ട് ചെയ്ത് അതൊരു ബാഗ് സ്ക്രീനേഴ്സ് കമ്മ്യൂണിറ്റേഴ്സ് വഴി പാസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രിഡ് ഡെപ്പോസിഷന് വേണ്ടി ഗ്രിഡ് റിമൂവലിന് വേണ്ടിയിട്ട് we will pass it through a grid chamber. Then if required pass it through an equalization base. ഇത്രയും കാര്യങ്ങൾ നമ്മൾ pre-treatment methodsൽ പഠിച്ചു. In addition to that, it can use skimming tank, etc. ഇനി നമുക്ക് ചെയ്യാനുള്ളത് after preliminary treatment, pre-treatment of sewage, the basic treatment has to be started. That is the primary treatment. അപ്പോൾ primary treatment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as usual you know primary sedimentation ആണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡ്രിങ്കിങ് വാട്ടറിൽ പ്രൈമറി സെഡിമെൻറ്റേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം പ്രൊസീജിയർ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുമ്പോൾ ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിന് പകരം നമ്മൾ സീവേജ് ആണ് ട്രീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രൈമറി ക്ലാരിഫയർ അല്ലെങ്കിൽ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് വഴി നമ്മൾ പ്രോസസ്സ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആയ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഉദ്ദേശം എന്താണ്? ഇറ്റ് വിൽ റിമൂവ് 60% ഓഫ് സോളിഡ്സ് ആൻഡ് 35% ഓഫ് BOD. So typically a primary treatment plant can look like a rectangular chamber or a circular chamber. So let us start the process of primary treatment. For primary treatment യൂസ് ചെയ്യുന്ന ടാങ്കിന് നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയും, അല്ലെങ്കിൽ പ്രോസസ്സിനെ സെഡിമെൻറ്റേഷൻ എന്ന് പറയും. അതിൽ തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട്. നമുക്കറിയാം if the without any aid assistant external factors നമുക്ക് അതിനെ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഏറ്റവും ആദ്യം ജസ്റ്റ് ആഫ്റ്റർ പ്രീ ട്രീറ്റ്മെൻറ്റ് ഓക്കെ ആഫ്റ്റർ പ്രീ ട്രീറ്റ്മെൻറ്റ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിന് ശേഷം ആൻഡ് ജസ്റ്റ് ബിഫോർ ദി ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓക്കെ നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് മുന്നോടിയായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? Primary sedimentation using a primary clarifier. Okay, primary sedimentation അല്ലെങ്കിൽ using a primary settling tank or a primary clarifier വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന sedimentation ആണ് primary sedimentation. Simply you can call this as plain sedimentation if no coagulants are used. Okay, ഇനി coagulants യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? Sedimentation aided with coagulation. പക്ഷേ യൂഷ്വലി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് coagulants are added this will hinder the biological treatment. അപ്പോൾ ചില കേസിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ആയിട്ട് 100% സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് ദ കേസ് വി മേ പ്രിഫർ പ്ലേൻ സെഡിമെൻറ്റേഷൻ ഓൺലി. സ്പെഷ്യൽ കേസസ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സിലോട്ട് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് coagulants-ലേക്ക് പോവുക. അതർ ദാൻ ദാറ്റ് നമുക്ക് ഏതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക? പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ആണ് ചെയ്യുക. ഇനി വൺസ് നമ്മൾ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗോ ഫോർ ദി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, ദറ്റ് ഈസ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ആഫ്റ്റർ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അഗെയിൻ യു ഹാവ് ടു ഗോ ഫോർ ദി സെക്കൻഡറി സെഡിമെൻറ്റേഷൻ, ദറ്റ് ഈസ് യൂസിങ് എ സെക്കൻഡറി ക്ലാരിഫയർ. ഇപ്പം രണ്ട് തരത്തിൽ നമ്മളിവിടെ സെഡിമെൻറ്റേഷൻ ടാങ്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പ്രൈമറി സെഡിമെൻറ്റേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം ബയോളജിക്കൽ പ്രോസസ്സിന് ശേഷം വീണ്ടും സെറ്റിലിങ്ങിന് വേണ്ടിയിട്ട് എഫ്ലുവൻറ്റിന് കൊടുക്കും. ആ സെറ്റിലിങ്ങിന് നമ്മൾ സെക്കൻഡറി സെഡിമെൻറ്റേഷൻ എന്ന് പറയും. അപ്പം നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ജസ്റ്റ് ബിഫോർ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഹൗ ടു ഡു എ സെഡിമെൻറ്റേഷൻ process. And what is the purpose of that sedimentation? It to remove the organic matter from the sewage effluent coming out of grid chamber. അതായത് ഗ്രിഡ് ചേമ്പറിന് നമ്മൾ ഗ്രിഡ് ഡെപ്പോസിഷന് ശേഷം കൊണ്ടുവരുന്ന എഫ്ലുവൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് പാസ് ചെയ്യുന്നത്. അത്തരത്തിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൺ ഈസ് ഇറ്റ് വിൽ റിമൂവ് ദി ഓർഗാനിക് മാറ്റർ ഫ്രം ദാറ്റ് റോ സീവേജ്. ഓക്കെ, അപ്പോൾ how is this settling happening or how this sedimentation process
happens. നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് സെറ്റിലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഓൾറെഡി നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സെറ്റിലിങ്സ് ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നോക്കുക. അവിടെ പ്രീവിയസ് വീഡിയോ നമ്മൾ എൻവയറമെന്റൽ എഞ്ചിനീയറിംഗ് 1 പഠിച്ചപ്പോൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ടൈപ്സ് ഓഫ് സെറ്റിലിംഗ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് കയറി പോവുക. അപ്പോൾ 4 ടൈപ്പ് ഓഫ് സെറ്റിലിങ്സ് ഏതൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൂടി കേട്ട് റിവൈസ് ചെയ്യാം. Okay, so we have 4 types of settling. That is, the first one is discrete settling or type 1 settling. The second one is flocculant settling, right, or type 2 settling. The third one is hindered settling or type 3 settling, and the last one is compression settling or type 4 settling. First type of സെറ്റിലിങ്ങിന് നമ്മൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ സെറ്റിലിംഗ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് എന്ന് പറയും. അത് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ അറിയാം ബൈ ഇറ്റ്സ് ഓൺ ഗ്രാവിറ്റി സെറ്റിലിംഗ് ഓക്കറിയും അല്ലെങ്കിൽ ഫ്രീ സെറ്റിലിംഗ് ഓക്കറിയും വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എനി അതർ സബ്സ്റ്റൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സെറ്റിലിംഗ് നമ്മൾ ഒരു സിലിണ്ടറിൽ, ഒരു ലാർജ് സിലിണ്ടറിൽ, ഒരു 1000 ml കപ്പാസിറ്റിയിലുള്ള ഒരു സിലിണ്ടറിൽ വാട്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സെറ്റിലിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ അത് തന്നാനെ ഫ്രീ ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് അല്ലെങ്കിൽ ഫ്രീ സെറ്റിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു വെള്ളം എടുത്തു കഴിഞ്ഞാലും ഇത്തിരി ഒന്ന് കലങ്ങിയ വെള്ളം എടുത്തിട്ട് കുറച്ച് നേരം അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇനീഷ്യലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കാണുന്ന ആ സെറ്റിലിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് അല്ലെങ്കിൽ ഫ്രീ സെറ്റിലിംഗ്. ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ എയ്ഡ് കൊടുക്കേണ്ട ആവശ്യമില്ല അത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി. രണ്ടാമത് കുറച്ചും കൂടി ഒന്ന് സെറ്റിലിംഗ് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി പാർട്ടിക്കിൾസ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇഫ് യു ആഡ് സം കൊയാഗുലൻസ്, അത്തരത്തിൽ ചെയ്യുമ്പോൾ ആ ഡയലൂട്ടഡ് സസ്പെൻഷൻ കൊയാഗുലേറ്റ് ചെയ്ത് ഫ്ലോക്കുലേറ്റ് ചെയ്ത് അതൊരു ഫ്ലോക്കുലേഷൻ ബൾക്ക് ഫോം ചെയ്യും. ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ക്ലബ് ചെയ്ത് വന്ന് ആ ക്ലബിങ് കാരണം മെല്ലെ മെല്ലെ അത് സെറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെറ്റിലിങ്ങിനെയാണ് സോൺ 2 അല്ലെങ്കിൽ ഫ്ലോക്കുലന്റ് ടൈപ്പ് സെറ്റിലിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒന്നാമത്തെ കേസിലാണ് ഏറ്റവും ആദ്യത്തിലുള്ള പ്ലെയിൻ സെഡിമെന്റേഷൻ പ്രോസസ്സ് ഒക്കെ നടക്കുന്നത്. ഇത് പ്ലെയിൻ സെഡിമെന്റേഷൻ പ്രോസസ്സ് നടക്കുന്ന തരത്തിലുള്ള സെറ്റിലിംഗ് ആണ് സോൺ 1 സെറ്റിലിംഗ്. സോൺ 2 ആണെങ്കിലോ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ അത്തരത്തിലുള്ള സെറ്റിലിംഗ് നടക്കുന്നതാണ് ടൈപ്പ് 2 അല്ലെങ്കിൽ സോൺ 2 ടൈപ്പ് സെറ്റിലിംഗ്. ഓക്കെ, ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ നടക്കുന്നത്. ഇനി സോൺ സെറ്റിലിംഗ് എന്ന് പറയുന്നത്, അതായത് ടൈപ്പ് 3 സെറ്റിലിംഗിനെയാണ് എസ്പെഷ്യലി സോൺ സെറ്റിലിംഗ് എന്ന് പറയുക. ഇത്തരത്തിലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ അതൊന്നും കൂടി കുറച്ചും കൂടി കോൺസെൻട്രേഷനിലേക്ക് കൂട്ടിയതിന് ശേഷം അത്തരത്തിലുള്ള സെറ്റിലിങ്ങിനെയാണ് സോൺ സെറ്റിലിംഗ് അല്ലെങ്കിൽ ടൈപ്പ് 3 സെറ്റിലിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ ഹിൻഡേർഡ് സെറ്റിലിംഗ്സ് ആണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കോൺസെൻട്രേഷൻ ഒരു ഓരോ ലോക്കൽ റീജിയൻസിലേക്ക് വന്നിട്ട് സെറ്റിൽ ആണ്. ഇത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം ബയോളജിക്കൽ ഫ്ലോക്ക് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഫ്ലോക്ക് സെറ്റിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹിൻഡേർഡ് സെറ്റിലിംഗ് അല്ലെങ്കിൽ സോൺ വൈസ് സെറ്റിലിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് 4 അതായത് നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ, നമുക്ക് ഏറ്റവും അടിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന സ്ലഡ്ജ് ടൈപ്പ് മെറ്റീരിയലിന് ഹൈ കോൺസെൻട്രേഷൻ എക്സ്റ്റേണൽ പ്രഷർ യൂസ് ചെയ്ത് ഹൈ കോൺസെൻട്രേറ്റഡ് മെറ്റീരിയൽ ആക്കി ഒരു സ്ട്രക്ചർ ലൈക്ക് ഒരു ഹണിക്കോമ്പോ അങ്ങനെ ഒരു സ്ട്രക്ചർ ലൈക്ക് ഫോർമേഷനിലേക്ക് ഡെവലപ്പ് ചെയ്തതിനു ശേഷം അത്തരത്തിൽ റിമൂവ് ചെയ്യുന്ന സെറ്റിലിങ്സിനെയാണ് നമ്മൾ കംപ്രഷൻ, അല്ലെങ്കിൽ അത്തരത്തിൽ സെറ്റിൽ ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ കംപ്രഷൻ സെറ്റിലിംഗ് അല്ലെങ്കിൽ ടൈപ്പ് 4 സെറ്റിലിംഗ് എന്ന് പറയും. ഇത് എസ്പെഷ്യലി സ്ലഡ്ജ് പ്രോസസ്സിൽ സ്ലഡ്ജ് തിക്നിങ് പ്രോസസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സെറ്റിലിംഗ് ആണ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 ടൈപ്സ് ഓഫ് സെറ്റിലിങ്സ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ എന്ത് ചെയ്യുക, പ്രീവിയസ് വീഡിയോ ഒന്ന് കയറി നോക്കുക. Now coming back to theory of settling. ഇത് നമ്മൾ previously ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് മാത്രമേ പോവുള്ളൂ. ബേസിക് ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോവുക മാത്രമേ ചെയ്യുള്ളൂ. So based on the settling of particles, it can be laminar settling, transitional settling or turbulent settling. അപ്പോൾ laminar settlings ആണെങ്കിൽ, അതായത് ഒരു streamline settling ആണെങ്കിൽ we can use Stokes law. But as per Stokes law, the settling velocity equation is Vs equal to g by 18 into ss minus 1 into whole divided by nu into d square. Okay, where d is diameter of particle. Okay, nu is kinematic viscosity, which is equal to dynamic viscosity by density. Okay, this is kinematic viscosity.
this is equal to dynamic viscosity by density. Okay, then G is acceleration due to gravity. SS is specific gravity of particle. Fine, എല്ലാ ഡീറ്റെയിൽസും ആയില്ലേ? ഇനി ഇതാണ് ലാമിനാർ ടൈപ്പ് ഓഫ് സെറ്റിലിങ്സിന് യൂസ് ചെയ്യുന്ന ബേസിക് ഇക്വേഷൻ. സ്റ്റോക്സ് ലോ ആണ് യൂസ് ചെയ്യുക. where settling velocity equation is g/18 into ss minus 1 whole divided by nu into d square. ഇനി രണ്ടാമത്തത് ഏതാണ്? ട്രാൻസിഷൻ സെറ്റിലിംഗ്. ട്രാൻസിഷൻ സെറ്റിലിംഗിന് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഹെയ്സൻസ് equation. So this is equal to Vs is equal to 418 into Ss minus 1 into 3t plus 70 whole divided by 100, where T is temperature in degree centigrade. Okay, ഇനി നമുക്ക് പറയാനുള്ളത് turbulent settling ആണ്. So for turbulent settling you can use Newton's law. Okay, so as per Newton's law, Vs equal to root of 4 by 3 G by CD into Ss minus 1 into D, where CD is drag coefficient. Okay, ഇനി ഈ CD depending upon Reynolds number, എത്രയാണ് Reynolds number അതനുസരിച്ച് CD യുടെ ഇക്വേഷൻ വേരി ചെയ്യും. അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. നമുക്കിവിടെ Reynolds number 3 തരത്തിലായിട്ട് എടുക്കാം. Reynolds number, okay, based on Reynolds number ആണ് നമ്മൾ CDയുടെ ഇക്വേഷൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഇപ്പോൾ R equal to 1 to 10 power 3 ആണെങ്കിൽ നമ്മുടെ CDയുടെ ഇക്വേഷൻ ഇതാണ്. CD is equal to 24 by R plus 3 by root R plus 0.34. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി രണ്ട് ഇക്വേഷൻസ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് നമ്മുടെ ഇത് നോക്കാം. അതായത് R ലെസ് ദാൻ 1 ആണെങ്കിൽ, റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടൊരു ലാമിനാർ ഫ്ലോ ആണെങ്കിൽ അത്തരത്തിൽ വരുന്ന ഇക്വേഷനിൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് വിൽ ബി ഈക്വൽ ടു ഈ ഒരു പോർഷൻ, ഫസ്റ്റ് പോർഷൻ, അതായത് 24 by R. ഓക്കെ, രണ്ടാമത്തെ കേസിൽ R equal to 1 to 1000 ആണെങ്കിൽ നമുക്ക് CDയുടെ ഫുൾ ഇക്വേഷൻ എടുക്കണം. 24 by R plus 3 by root R plus 0.34. ഇനി മൂന്നാമത്തെ കേസിൽ അതായത് R greater than 1000 ആണ്, അതായത് നമ്മുടെ ടർബുലൻസ് സെറ്റിലിംഗിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ഫ്ലോ ആണെങ്കിൽ നമുക്ക് CDയുടെ വാല്യൂ എടുക്കേണ്ടത് ഈ ലാസ്റ്റ് ടേം ആണ്. CD is equal to 0.34 or CD is almost equal to 0.4. Either you can use CD is equal to 0.34 or it is almost equal to 0.4 ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് CDയുടെ ഇക്വേഷൻ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. CDയുടെ ബേസിക് ഇക്വേഷൻ ഇത് ആലോചിച്ച് വെക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഈ രണ്ട് ഇക്വേഷൻസും എടുക്കുക. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ടേക്ക് ഔട്ട് ഡിഫറെൻറ്റ് CD വാല്യൂസ്. അപ്പോൾ തിയറി ഓഫ് സെറ്റിലിങ്സിൽ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ലാമിനാർ സെറ്റിലിങ്സ് ആണെങ്കിൽ സ്റ്റോക്സ് ലോ എടുക്കുക, ട്രാൻസിഷൻ സെറ്റിലിംഗ് ആണെങ്കിൽ ഹെയ്സൻസ് ഇക്വേഷൻ എടുക്കുക, ടർബുലന്റ് സെറ്റിലിംഗ് ആണെങ്കിൽ ന്യൂട്ടൺസ് ലോ എടുക്കുക. ഇനി എപ്പോഴൊക്കെയാണ് സ്റ്റോക്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുക? അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് സ്റ്റോക്സ് ലോ ക്യാൻ ബി അപ്ലൈഡ് ഓൺലി വെൻ diameter of the particle is less than 0.1. Diameter is less than 0.1 mm. ഓക്കെ, ഇത്തരത്തിൽ വരുമ്പോൾ മാത്രം നമുക്ക് സ്റ്റോക്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ടർബുലന്റ് ഫ്ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഡയമീറ്റർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 mm. ഡയമീറ്റർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 mm. അപ്പോൾ ഹെയ്സൻസ് ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഡയമീറ്റർ ഈസ് ഇൻ ബിറ്റ്വീൻ 0.1 to 1 mm.
അപ്പം ഇത്തരത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ 3 ഇക്വേഷൻസും യൂസ് ചെയ്യാൻ പറ്റുക. Now, based on types of settling tank, these are classified into different categories based on different ways. The first one is based on the nature of working. Nature of working il namukku rendu tarathil idine classify cheyyam. One fill and draw type. Already നമ്മൾ പഠിച്ചതാണ് fill and draw type. Okay, ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ suppose we have taken a rectangular sedimentation tank. What we will do is initially we will fill up this tank with the raw sewage, allow it to settle for some time. അതിനുശേഷം എന്ത് സംഭവിക്കും? Clear water will rise up on the top, settling particles will settle in the bottom. അതിനുശേഷം നമ്മൾ ഈ ഡൗൺ ബോട്ടം പോർഷനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഈ ടോപ്പ് പോർഷൻ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്ത് പുറത്തേക്ക് എടുക്കും. ക്ലിയർ വാട്ടർ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എടുക്കും. അതിനുശേഷം ഈ സെറ്റിൽ ചെയ്തിരിക്കുന്ന അത്രയും സ്ലഡ്ജ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് ഫില്ലിംഗ് പ്രോസസ്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് അതെടുത്തതിന് ശേഷം വീണ്ടും ക്ലീൻ ചെയ്ത് അടുത്തത് ഫില്ല് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ടാങ്ക്സ് വേണ്ടി വരും. അതേസമയം മാനുവൽ ലേബേഴ്സ് ഹൈ ആണ്. നമ്മൾ ഈച്ച് ആൻഡ് ടൈമിൽ നമ്മൾ പ്രോപ്പറായി കെയർ ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ബാച്ച് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ലബോറിയസ് ആണ്. അതൊരു ടൈപ്പ്. ഇപ്പോഴത്തെ കാലത്ത് അത്തരത്തിലുള്ള കേസ് യൂസ് ചെയ്യാറില്ല. ഒരു പക്ഷേ റൂറൽ ഏരിയാസിൽ വേറൊരു സിറ്റുവേഷനും പോസിബിൾ അല്ലെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പിലേക്ക് പോകുള്ളൂ. രണ്ടാമത്തെ കേസാണ് നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അതെന്താണ്? കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്ക്സ്. ഓക്കെ, ഇതാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഗ്രിഡ് ചേമ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്ത് വരുന്ന വാട്ടർ നമ്മൾ നേരെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് കൊടുക്കുന്നു. അവിടെ കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ സെറ്റിലിംഗ് പ്രോസസ്സ് നടക്കുന്നു. അവിടുന്ന് നേരെ എന്ത് ചെയ്യുന്നു? ബയോളജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ടാങ്ക്സിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബേസിക് സെറ്റിലിംഗ് പാത്ത് ഉണ്ടാവും. ഇതൊരു സോൺ ആയിരിക്കും. അടിയിൽ സെറ്റിലിംഗ് പോർഷൻ ഉണ്ടാവും സ്ലഡ്ജ് ഡെപ്പോസിഷൻ വേണ്ടിയിട്ട്. ഒരു ഇൻലെറ്റ് ചേമ്പർ ഉണ്ടാവും. ഓക്കെ, അതേപോലെ ഒരു ഔട്ട്ലെറ്റ് ചേമ്പർ ഉണ്ടാവും. അപ്പോൾ ഇൻലെറ്റ് വഴി പ്രോസസ്സ് നടക്കും. അതിനുശേഷം ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് പോകും. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടക്കും. സോ ദിസ് ഈസ് ഹൗ വി വിൽ ക്ലാസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് വർക്കിംഗ്. രണ്ടാമത് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ അഗെയിൻ നമ്മൾ ഇതിനെ 3 തരത്തിൽ ട്രീറ്റ് ചെയ്യും. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിലിമിനറി സെറ്റിലിംഗ് ടാങ്ക്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്രിഡ് ചേമ്പർ ഒക്കെ പ്രിലിമിനറി സെറ്റിലിംഗ് ടാങ്ക്സ് ആണ്. ഓക്കെ, യൂസ്ഡ് ഫോർ ദ പ്രിലിമിനറി പ്രോസസ്. രണ്ടാമത്തത് പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്സ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈമറി ക്ലാരിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി പ്ലെയിൻ സെഡിമെന്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്സ് യൂസ് ചെയ്യും. മൂന്നാമത്തത് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക്സ്. ഇതെവിടെ യൂസ് ചെയ്യുക? ആഫ്റ്റർ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക്സ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ആണ്. ബേസ്ഡ് ഓൺ ഷേപ്പ് നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് ഈസ് ഇറ്റ്? റെക്ടാങ്കുലർ സെറ്റിലിംഗ് ടാങ്ക്. അതൊരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സർക്കുലർ സെറ്റിലിംഗ് ടാങ്ക്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹോപ്പർ ബോട്ടം. ഓക്കെ, ഇതൊക്കെ തന്നെയും നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ട്രീറ്റ്മെന്റ്സ് പറയുമ്പോൾ സെമസ്റ്റർ 7 നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓർമ്മയില്ലാത്തവർ വീണ്ടും ആ വീഡിയോസിലേക്ക് പോവുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, അവിടെ ഉണ്ടാവും. സോ ഇൻ ബ്രീഫ്, fill and draw type or intermediate settling tank will have a tank which will rest for 24 hours. Okay, then suspended materials will settle over there, then clean sewage has to be drawn out, then what has to be done is the tank has to be cleaned. But totally this process will have a 24 hours rest period and remaining 6 to 12 hours of cleaning. In total 30 to 36 hours should be used for one tank. So ഒരു എപ്പോഴും ഒന്നിൽ കൂടുതൽ ടാങ്ക്സ് അവൈലബിലിറ്റി ഉണ്ടാവണം ഈ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി നടക്കണം. Then next type is continuous flow tank. Here the low flow velocity can be used. What will happen? The particle will settle before the water leaves the outlet. Okay, so in comparison to settling tank, here we need only 1 to 3 hours of detention. So depth can be used approximately equal to 2 meter. Our flow rate will be around 40 to 50 meter cube per meter square per day.
So this is how a continuous flow type sedimentation tank will look like, or a primary clarifier will look like this. Okay, primary clarifier primary sedimentation process നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് സെഡിമെന്റേഷൻ ചേമ്പറിനെ 4 സോൺസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഒന്ന് ഇൻലെറ്റ് ആണ്, രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ്. ഓക്കെ, ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. ഇനി ഈ ചേമ്പർ വേണമെങ്കിൽ നമുക്കൊരു റെക്ടാങ്കുലർ ചേമ്പർ ആക്കാം, അതല്ലെങ്കിൽ സർക്കുലർ ചേമ്പർ ആക്കാം, അതല്ലെങ്കിൽ ഒരു ഹോപ്പർ ബോട്ടം ടൈപ്പ് ആക്കാം. ഓക്കെ, ഇനി സ്കമ്മ് ബാഫിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കിടക്കുന്ന സ്കമ്മ് ബാഫിൾ ചെയ്യാൻ വേണ്ടി ബാഫിൾസ് യൂസ് ചെയ്യാം. സ്കം റിമൂവൽ ഡിവൈസ് യൂസ് ചെയ്യാം ഓൺ ദ ടോപ്പ്, ഓൺ ദ ബോട്ടം. ഇത് തേർഡ് സോൺ ആണ്, അതിന്റെ ടോപ്പിൽ നമുക്ക് സ്കം ബാഫിൾസ് ഓർ സ്കം റിമൂവൽ ഡിവൈസ് യൂസ് ചെയ്യാം. ഇനി ഫോർത്ത് സോണിൽ അതായത് സ്ലഡ്ജ് ഡെപ്പോസിഷൻ സോണിലാണ് നമുക്ക് സ്ലഡ്ജ് ഡിപ്പോസിഷൻ റിമൂവൽ ഡിവൈസും വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോറി, വേണമെങ്കിലല്ല, എന്തായാലും യൂസ് ചെയ്യണം. കാരണം നമുക്ക് കണ്ടിന്യൂസ് സെഡിമെന്റേഷൻ പ്രോസസ്സ് നടക്കുന്നതാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അറ്റ് റെഗുലർ ടൈം പീരീഡ് എന്ത് ചെയ്യേണ്ടി വരും, സ്ലഡ്ജ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കേണ്ടി വരും. സോ ദീസ് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ പ്രൈമറി ക്ലാരിഫയർ: inlet and outlet, main sedimentation tank, then scum baffles, scum removal devices and sludge removal devices. So this is how a rectangular sedimentation tank will look like. Okay, so this is this rectangular sedimentation tank portion. This is the inlet portion. Okay, water will flow like this over here, and what happens is whenever it passes from this side to this side, okay, during this process the entire settling of particles will happen. Particles will settle over here. ഇവിടെ settle ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ക്ലിയർ വാട്ടർ വിൽ ഗോ ടു ദി വെയർ ആൻഡ് പാസ് ഔട്ട് ആസ് എഫ്ലുവൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്ന സ്ലഡ്ജസ്, സി ദിസ് ബോട്ടം പോർഷൻ ഓഫ് ദി ടാങ്ക് ഈസ് ഇൻക്ലൈൻഡ്. ഇറ്റ് ഈസ് അറ്റ് എ സ്ലോപ്പ് ഓഫ് 1%. സോ ആൻഡ് യു ക്യാൻ സി ഒരു deposition removal device belt conveyor pass ചെയ്ത് പോകുന്നുണ്ട്. So as it rotates, these particles will slide to the hopper, sludge hopper. അപ്പോൾ sludge hopper ന് വീണ്ടും എന്ത് ചെയ്യുക, by some pneumatic conveyors they can be passed out into or pumped into the sludge digestion tanks. Okay, this is how a rectangular sedimentation tank will work. On the top you can see a scum baffles which will remove the scums to this scum trap. From there this will be discharged out. Okay, so again this is how a rectangular circular type of sedimentation tank will look like. Okay, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ influent will pass through this direction. ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ട് പാസ് ചെയ്യും. Okay, then this will sprinkle out over here. അപ്പോൾ അങ്ങനെ സ്പ്രിങ്കിൾ ഔട്ട് ചെയ്ത് ഈ പോർഷനിലേക്കൂടെ സ്പ്രിങ്കിൾ ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നതിന് ചെയ്യുമ്പോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ particle will settle down like this. Okay, and clear water will move upward. അപ്പോൾ ക്ലിയർ വാട്ടർ മൂവ് ചെയ്ത് പുറത്തേക്ക് വന്ന് എന്ത് ചെയ്യും, എഫ്ലുവൻ്റ് ആയിട്ട് ഔട്ട്ലെറ്റ് വെയറിലേക്കൂടെ, ഈ വെയർ അറിയാൻ നിങ്ങൾക്ക്, ആ വെയറിലേക്കൂടെ ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് പോകും. ഡെപ്പോസിഷൻസ് ഇവിടെ വന്ന് വീഴും. അഗെയിൻ ദിസ് ഈസ് ഇൻക്ലൈൻഡ്, ബ്ലേഡ്സ് ഉണ്ട്, റൊട്ടേറ്റിംഗ് ബ്ലേഡ്സ് ഉണ്ട്. അത് സ്ക്രാപ്പ് ചെയ്ത് എന്ത് ചെയ്യും, ഈ സ്ലഡ്ജ് ഹോപ്പർ വഴി അല്ലെങ്കിൽ സ്ലഡ്ജ് ഡൈജഷൻ പൈപ്പ് വഴി പുറത്തേക്ക് പോകും. Okay, this is how a circular tank looks like, or radial flow settling tank look like. And this is the vertical flow settling tank, vertical type ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇൻഫ്ലുവൻറ്റ് വാട്ടർ വരുന്ന ഡയറക്ഷൻ. ഇത് വഴി വന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് വാട്ടർ പോവുക. അപ്പോൾ ഈ മുകളിലോട്ട് വാട്ടർ പോകുമ്പോൾ ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ വിൽ സെറ്റിൽ ഡൗൺ. പാർട്ടിക്കിളിന് മുകളിലോട്ട് ഉയരാൻ പറ്റില്ല, ക്ലിയർ ലോ വെലോസിറ്റി ആണ്. ക്ലിയർ വാട്ടർ എന്ത് ചെയ്യും, മുകളിലോട്ട് വന്ന് മെല്ലെ ഔട്ട്ലെറ്റ് വെയറിലേക്ക് പോകും. സ്ലഡ്ജ് എന്ത് ചെയ്യും, ഇതുവഴി എങ്ങനെയായാലും ഇത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഗ്രാജുവലി ഇറ്റ് വിൽ ദ പാർട്ടിക്കിൾസ് വിൽ സെറ്റിൽ ഡൗൺ. അങ്ങനെ സ്ലഡ്ജ് ഡെപ്പോസിഷൻ ആയിട്ട് ഈ പോർഷനിലേക്ക് വരും. ഈ ഇവിടെ സ്ലഡ്ജ് ഡെപ്പോസിഷൻ ആയിട്ട് വരുന്ന മാറ്ററിന് എന്ത് ചെയ്യും, സ്ലഡ്ജ് പമ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. സോ ദിസ് ഈസ് ഹൗ എ വെർട്ടിക്കൽ ഫ്ലോ സെറ്റിലിംഗ് ടാങ്ക് വർക്ക്സ്. So this is how a typical sedimentation tank look like. ഒരു ഇൻലെറ്റ് സോൺ ഉണ്ടാവും, the first zone. Okay, outlet zone ഉണ്ടാവും, second zone, third zone settling zone ഉണ്ടാവും, and the fourth zone will be sludge zone. Okay, അപ്പോൾ settling velocity surface overflow rate ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഓക്കെ ആണ്. സോ ദ സെറ്റിലിംഗ് വിൽ ഓക്കർ പ്രോപ്പർലി. അതായത് ഈ ഇൻലെറ്റിൽ നിന്ന് വാട്ടർ പാർട്ടിക്കിൾ ഔട്ട്ലെറ്റിൽ എത്തുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾസ് വിൽ ഓക്കർ. Now for the design purpose, let us take Q as discharge,
V equal to flow velocity, which will be equal to length by time. Okay, B equal to width of the tank, and H is depth of sewage. Okay, depth of sewage H ആണ്, B ആണ് width of the tank. Okay, now flow velocity in like this also you can take as flow velocity V equal to L by T. Otherwise we can use flow velocity as V equal to Q by BH also. Okay, now the time for horizontal flow നമുക്കറിയാം V equal to L by T ആണ്. So if this is time for horizontal flow, then TH will be equal to L by V. Okay, അല്ലെങ്കിൽ L by Q by A എന്ന് എടുക്കാം. Okay, or I can say L by Q by A എന്നുള്ളത് മുകളിലോട്ട് എടുക്കാം. So L into area is BH, LBH by Q. Okay, so like this also we can take time of horizontal flow. Now when we comes to settling velocity equation, Vs equal to settling velocity means whenever we take a sedimentation time, the time taken for the particles to settle downward. So H, right? Here the vertical direction is H. നമുക്ക് velocity എടുക്കുകയാണെങ്കിൽ H by T ആണ് എടുക്കുക. അപ്പോൾ time for vertical settling TVS will be equal to H by VS ആണ്. So this will be equal to again നമുക്ക് വേണമെങ്കിൽ ഏത് ഇക്വേഷൻ കൊടുക്കുക, LBH/Q എടുക്കുക. കാരണം സെയിം ഈ ടൈം ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് ടൈം ഓഫ് വെർട്ടിക്കൽ സെറ്റിലിംഗ് ഷുഡ് ബി സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ടു ഏത് കൊടുക്കാം, ഇതിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു LBH/Q. ഓക്കെ, അങ്ങനെ എച്ചും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ വാട്ട് വി വിൽ ഗെറ്റ് ഈസ് VS will be equal to Q by LB. ഇതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതായത് സെറ്റിലിംഗ് വെലോസിറ്റി is equal to Q by LB ആണ്. അപ്പോൾ it does not depends upon H. Though നമ്മുടെ സെറ്റിലിംഗ് വെലോസിറ്റി എന്താണ്, സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. നമ്മൾ എടുക്കുന്നത് H/T ആണെങ്കിൽ പോലും നമുക്ക് ഇൻ അഡീഷൻ ടു ദിസ് നമ്മൾ പെട്ടെന്ന് ഫുൾ കംപ്ലീറ്റ് ടാങ്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് VS ഈസ് ഈക്വൽ ടു Q by LB ആണ്, വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡെപ്ത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസൈൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഫോക്കസ്ഡ് ഓൺ ദി ലെങ്ത് ആൻഡ് ദി ബ്രെഡ്ത്ത്. ലെങ്ത് വിൽ ബി ടേക്കൺ അറ്റ്ലീസ്റ്റ് ഓഫ് ട്വൈസ് ഓഫ് വിഡ്ത്ത് ഓഫ് ദി ടാങ്ക്. ഇതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെഡിമെന്റേഷൻ ടാങ്ക്, പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് നമ്മൾ പ്രീവിയസ് സെമസ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ എന്ത് ചെയ്യുക, പ്രീവിയസ് വീഡിയോ ഒന്ന് നോക്കാം. ഇനി so you will come back to the main points of the topic. All particles having settling velocity greater than or equal to H by H into Q by L will settle. Okay, if 70% removal is proposed, then H by H is taken as 70 by 100. Okay, overflow rate, or it is also known as surface overloading. Okay, it is the discharge per unit area. It will not depend upon the height of the depth of the settling tank. Then flow through period is the average time taken by the batch of water to pass through the settling tank. Detention time is the average theoretical time required for the sewage to flow through the tank, LBH. Okay, so for a primary clarifier, the detention time will be around 3 hours. Settling velocity will be 0.3 mm per second. Tank depth will be 2 meter. Particle larger than 0.06 mm will be removed. Width of the tank can be taken as 6 to 7.5 meter. Okay, length of tank at least double na varnirikkunne. To be more effective, we can go up to 4 to 5 times of the width. Okay, then diameter of the tank can be, if it is a circular tank, can be taken as 60 meter. Surface of flow rate will be equal to 40 to 50 meter cube per meter square per day. Okay, this is all about primary clarifiers. Now if you need to take sedimentation with the help of coagulants, we can use the coagulants as ferric sulfate, ferric chloride, alum or chlorinate compress. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഒരിക്കലും സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് ഫ്ലോക്കുലേഷൻ പ്രിഫർ ചെയ്യില്ല. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പം നമ്മൾ എപ്പോഴും വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് കോയാഗുലന്റ് അത്തരത്തിലുള്ള പ്രൈമറി സെഡിമെന്റേഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്തു റോ സീവേജ് സെഡിമെന്റേഷനിൽ യൂസ് ചെയ്യാറുള്ളൂ. സ്പെഷ്യൽ കേസ്, സ്പെഷ്യൽ പർപ്പസ് വേണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ ഫോളോ ചെയ്യുള്ളൂ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. നമ്മളപ്പോൾ പ്രിലിമിനറി ട്രീറ്റ്മെന്റിന് വേണ്ടി ഗ്രിഡ് ചേമ്പർ, ബാസ്ക്രീം വഴി പാസ് ചെയ്ത് ഗ്രിഡ് ചേമ്പറിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രൈമറി ട്രീറ്റ്മെന്റിന് വേണ്ടി പ്രൈമറി ക്ലാരിഫയറിലേക്ക് കൊണ്ടുവന്നു. സോ ഇൻ ദ ക്ലാരിഫയർ ദ പാർട്ടിക്കിൾസ് വിൽ സെറ്റിൽ
which will be removed by the rotation of the blades through to the sludge digestion tank. Okay, മുകളിൽ നിന്നുള്ള സ്കംസ് ഒക്കെ റിമൂവ് ചെയ്യാൻ മുകളിൽ ബ്ലേഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ട്രീറ്റഡ് വാട്ടർ അത് മുകളിലേക്ക് വന്ന് ക്ലിയർ ചെയ്ത് ഈ ഔട്ട്ലെറ്റ് പെയറിലേക്ക് കൂടെ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേജ് ആയ ബയോളജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോകും. അപ്പോൾ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.